ഏത്തപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു ബനാന സ്വിസ് റോൾ അല്ലെങ്കിൽ ബനാന പിൻവീൽസ് ഉണ്ടാക്കിയാലോ? വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഈ ബനാന പിൻവീൽസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഈ ബനാന പിൻവീൽസ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 2 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഈ പഴത്തിന് നമ്മൾ 2ആക്കിയൊന്നും മുറിക്കുന്നില്ല, നീളത്തിൽ നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കനം കുറയുകയും വേണ്ട, എന്നാൽ ഒരുപാട് കട്ടി കൂടാനും പാടില്ല. ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ആ ഒരു പീസസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ തുമ്പൊക്കെ കുറച്ചൊന്ന് ഷേപ്പൊക്കെ പോയിന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ആവാതെ മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇത് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 വശവും ഒരേപോലെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഇത് കുറച്ച് കട്ടി കൂട്ടിയിട്ടാണ് നമ്മൾ അരിയുന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും വെന്ത് കിട്ടാനായിട്ട്. എന്നാൽ ഒരുപാട് കട്ടിയില്ലാതെ നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരുന്നതാണ്. 2 വശവും ഒരേപോലെ വെന്ത് നന്നായി മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പഴവും ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. നെയ്യിൽ മൊരിയിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാഷ്യൂ നട്ട്സ് പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ 1.5 ടീസ്പൂൺ കിസ്മിസ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ട്സും കിസ്മിസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ സമയം നമ്മളിത് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ കലച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ പീസ് നമുക്ക് എടുക്കാം. നന്നായി ചൂടാറിക്കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ നടുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരയും തേങ്ങയും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് കുറച്ച് വീതം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് മിക്സ് വെച്ച് കൊടുക്കണ്ട, കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കനം കൂട്ടിയും ഈ ഫില്ലിംഗ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് റോള് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. വളരെ സൂക്ഷിച്ച് വേണം ഇതൊന്ന് റോള് ചെയ്ത് എടുക്കാനായിട്ട്. ഇത് റോള് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോകാനും പാടില്ല. അതുപോലെ തന്നെ ഈ പഴം പൊട്ടിപ്പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ടൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുത്തിവെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോള് ചെയ്തത് അഴിഞ്ഞു വരെയുമില്ല, കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബനാന പിൻവീൽസ് അല്ലെങ്കിൽ ബനാന സ്വിസ് റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എന്ത് എളുപ്പമാണെന്ന് കണ്ടില്ലേ? വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബനാന പിൻവീൽസും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിൽ ഫില്ലിങ് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. ശർക്കരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പക്ഷേ ശർക്കര ചേർക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കും കുറച്ചുകൂടി ഹെൽത്തി ആവുക. അയൺ കണ്ടന്റ് നന്നായിട്ടുള്ള ശർക്കരയും അതുപോലെ തന്നെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഏത്തപ്പഴവും ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഒരു സ്നാക്ക് നല്ലൊരു ഹെൽത്തി മഞ്ചിങ് ഓപ്ഷനാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കായാലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് ഓപ്ഷനാണ്. കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തുമ്പോൾ അതിൽ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ഓപ്ഷനാണ്. നല്ല ചൂട് ചായയുടെയോ അല്ലെങ്കിൽ പാലിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ഇതേപോലെ തന്നെ പഴം കൊണ്ട്, അതായത് ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കാവുന്ന സിമ്പിളായിട്ടുള്ള കാരമലൈസ്ഡ് ബനാനയുടെ റെസിപ്പി ഞാൻ ഐകാർഡിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.